കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ഗുഡ് മോർണിംഗ് മച്ചാമാരെ, പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി. ഇന്ന് വന്നിട്ട് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്നലെ നേരം വെളുത്തിട്ട് ഇപ്പൊ എണീച്ചുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 6 മണിയൊക്കെ അടുപ്പിച്ച് എണീച്ചു. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വെയിൽ വന്നതിന് ശേഷം പുറത്തോട്ട് പോവാം. ഇന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടികളൊന്നും പറഞ്ഞില്ല. അതേപോലെ തന്നെ 2 ദിവസവും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അബഹേന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിചാരിച്ചു ഇനി അവരൊക്കെ പോയതിന് ശേഷം തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ പിടിക്കാമെന്ന്. അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. ഒറ്റ ദിവസം ഉള്ളായിരുന്നു, എന്തോ കാര്യമായിട്ടൊക്കെ വന്നതായിരിക്കണം. അപ്പോഴത് വിടൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ദിവസത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ മഞ്ചേരിയിലെ അപകടമരണ വാർത്ത അറിഞ്ഞാണ് എണീച്ചത് തന്നെ. ഫോൺ തുറന്ന് ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അതാണ് കണ്ടത്. അതിലേറ്റവും വിഷമം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ഓട്ടോ ഡ്രൈവറുടെ മകളുടെ കല്യാണം ഇന്നായിരുന്നു കേട്ടോ നടത്താനിരുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് അവസ്ഥയൊക്കെ ആലോചിച്ച് ആകെ കുറച്ച് നേരം അങ്ങനെയൊക്കെ കിടന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. പുറത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വെയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിൽ വന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അധികം നമ്മൾ ചെടിക്കൊന്നും അങ്ങനെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരമൊക്കെ ഒഴിച്ചാൽ മതി. മറ്റേ നമ്മൾ 3 നേരമൊക്കെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇനി തൊട്ട് ഒരു നേരമൊക്കെ ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ നേരെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. കടയിൽ പോയിട്ട് ടൈറ്റായിട്ട് അല്ലെങ്കിൽ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കണം. അതേപോലെ തന്നെ വണ്ടിയുടെ ടയറിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കീറൽ അതിൽ കണ്ടു. എന്നാൽ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് നമ്മളെ മുതലാളിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ റിപ്ലൈ ഒന്നും വന്നില്ല. ഒന്നുകൂടെ നൈറ്റാണ് ഇന്നലെ ഞാൻ കണ്ടത്, പകൽ. ഇപ്പോൾ പോയിട്ട് ഒന്നുകൂടെ നോക്കാതെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോഴെങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയറിന് എവിടെയാണ് പണി കിട്ടിയെന്ന് വെച്ചാൽ മച്ചാന്മാരെ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടറിയാമോ എന്നറിയത്തില്ല. ഇതാണ് കേട്ടോ ടയർ സൈഡ് ഇങ്ങനെ കീറിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം, എവിടെയാണ് കയറിയതെന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും കല്ലടിച്ചതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇത് മാറ്റിയേ പറ്റുള്ളൂ. വലിയൊരു ചെറിയൊരു കീറലുള്ള അകത്തായിട്ട് എന്തായാലും ഇതുവരെയും കീറിയിട്ടില്ല. ഇത് ഇങ്ങനെ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ കീറും. നമുക്ക് ബോണറ്റ് തുറന്നിട്ട് ഇതിനകത്ത് റേഡിയേറ്ററിലൊക്കെ വെള്ളം ഓയിലൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കാം. അതിന് ശേഷം എവിടേക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ചെക്കിങ്. പിന്നെ ആദ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുമായിരുന്നു ഓയിലൊക്കെ. ഇപ്പം ആഴ്ച ഒരിക്കലായി. രണ്ടും കൂടെ നടക്കത്തില്ല. വീഡിയോ എടുപ്പും ഓയിൽ ചെക്കിങ്ങും കൂടെ നടക്കത്തില്ല. ഓയിൽ ചെക്ക് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കുറവാണെന്ന് ഒന്ന് തുടച്ചിട്ടിട്ട് നോക്കണം. പോയി ടിഷ്യൂ എടുത്തിട്ട് വന്നിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വരാം. ഓയിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അറിയത്തില്ല, ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ കുറവായിട്ട് കാണിക്കും. ഇവിടെ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു ദിവസം ഒരു 250 കിലോമീറ്ററെങ്കിലും ഓടും. അപ്പോൾ ലോങ്ങൊക്കെ പോകാൻ നേരത്ത് പണി കിട്ടിക്കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് മിക്ക ദിവസം ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് മുതലാളി. നമ്മൾ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് എന്നും ചെക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ആഴ്ചയിലായി. എന്തായാലും ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളെ ഓയിലിൽ നല്ല കുറവുണ്ട് കേട്ടോ. കാണാമെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം ഓയിൽ മാറ്റാറായി കേട്ടോ. 5000 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ 5000-ലാണ് മാറുന്നത്. എൻ്റെ ഇപ്പോൾ 5250 അത്രയായി. ഓയിൽ മാറ്റാൻ കൊണ്ട് പോകണം. മുതലാളി എന്താണെന്നോ മെസ്സേജ് അയച്ചിട്ടിപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു റിപ്ലൈ ഇല്ല. ബിസി ആയിരിക്കണം പുതിയ വീഡിയോ വയ്ക്കുന്നതിൻ്റെ. അപ്പോൾ വേറെയുള്ള എല്ലാത്തിലും ഓയിൽ കൂളൻ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. കൂളൻ്റ് ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാറ്ററി വാങ്ങിയിട്ട് 1 കൊല്ലമായി കേട്ടോ. 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലവും എനിക്കൊന്ന് 1 മാസം. കഴിഞ്ഞ വർഷം നവംബറിലാണ് മേടിച്ച് വെച്ചത്. ഇതൊക്കെയാണ് കാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെസ്സേജ് വരുന്നവർ വെയിറ്റ് ചെയ്യണം. ടയർ മാറ്റണം. വെച്ചാൽ സ്റ്റെപ്പിനി എടുത്ത് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിന് ചെറിയ സ്റ്റെപ്പിനി ആയിരിക്കും വരുന്നത്. തൽക്കാലം ആശ്വാസത്തിന് മാത്രമേ നമുക്ക് സ്റ്റെപ്പിനി എടുത്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോഴും മുതലാളിയുടെ മെസ്സേജിന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം
ഇപ്പം പോയി ഒന്ന് കഴിച്ചിട്ട് വരാം. ഫൈനലി നമ്മൾ സാഗർ ഹോട്ടലെത്തി കേട്ടോ. സോറി, ഫഹദ് ഹോട്ടലെത്തി. പേര് മാറ്റിയാലും നമുക്ക് ആ പഴയ സാഗറിന്ന് തന്നെ വായിൽ വരും. ഇപ്പം നേരെ പോയിട്ട് നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ ടേബിളിൽ പൊറോട്ടയും മുട്ടക്കറി എത്തി. ഇനി ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി മാഡം ഗുബൂസ് മേടിക്കാനായിട്ട് മെസ്സേജ് ഇട്ടു. നമുക്ക് ഗുബൂസ് മേടിക്കണം. അടുത്തടുത്ത് തന്നെ കേട്ടോ, ആ കാണുന്ന ഹോട്ടൽ, ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റ്. നമുക്ക് അകത്ത് പോയി ഗുബൂസ് എടുത്തതിന് ശേഷം നോക്കാം ചൂട് ഗുബൂസ് പുതിയത് വന്നോ ഇല്ലയോ. അപ്പോഴാദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുബൂസാണ്. മാഡത്തിന് ഗുബൂസ് എടുക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗുബൂസ് സൂക്ഷിക്കുന്ന ഈ ബോക്സിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ 2 എണ്ണമാണ്. ഇതിപ്പോൾ ലോഡ് വന്നതേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്, തൊട്ടപ്പോഴും തന്നെ നമുക്കത് അറിയാൻ കഴിയാം. എന്തായാലും നമുക്ക് 2 എണ്ണം മതി. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇത് തണുക്കും കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് 10 മിനിറ്റ് പോലും പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഇനി പോയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കിയും കഴിക്കാൻ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വേണമെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വേണം. മുട്ടയ്ക്ക് തല്ലാജയിലാണ് ഇരിക്കുന്നത്. തല്ലാജ എവിടെയാണ്? തല്ലാജ എന്ന് വെച്ചാൽ ഫ്രീസർ എന്നൊക്കെ തല്ലാജ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേ ഫ്രിഡ്ജിനും തല്ലാജ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോഴേ ഇതായിരിക്കുന്നു സംഭവം നമ്മുടെ മുട്ട. യെസ്, നമുക്ക് 2 എണ്ണം മതി, കൂടുതൽ ഒന്നും വേണ്ട. ഒരു മുട്ടയ്ക്ക് എത്രയാണെന്നുള്ളത് ഇനിയിപ്പോൾ ബില്ലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് കൊണ്ടുപോയി ബില്ലടിക്കുക. അത് കണക്ക് തന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പരിപ്പ്, തോരൻ പരിപ്പ്, ഉഴുന്ന്, പയറ് എല്ലാം കാണും. മേൽത്തട്ടിൽ നോക്കുമ്പോഴത്തേക്കും സാമ്പാർ പൊടി, ചിക്കൻ മസാല, വെളുത്തുള്ളി വേറെ നമുക്കിവിടെ പൊടിയിൽ കിട്ടും കേട്ടോ. പിന്നെ എല്ലാ സാധനവും, കുരുമുളക്, ജീരകം എല്ലാം കിട്ടും. മിക്ക എണ്ണത്തിനും വില ഇട്ടിരിക്കുന്നത് വെച്ചാൽ 7 റിയാലാണ്. 7 റിയാൽ. ഞാൻ വന്ന സമയത്ത് ഇതിനൊക്കെ 5 റിയാലേ ഉള്ളായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് പോയി ബില്ലടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് പടിയാവാം. അപ്പോൾ നമ്മളെ മുട്ടയ്ക്ക് 2 എണ്ണത്തിന് വാങ്ങിയപ്പോൾ 1.5 റിയാലായി. അതായത് ഒരു മുട്ടയ്ക്ക് 75 ഹലാൽ. നാട്ടിലത്തെ പറയുകയാണെങ്കിൽ ഒരു 15 രൂപ 16 രൂപ ആ റേഞ്ചൊക്കെ വരും കേട്ടോ. അപ്പോഴേതോ അങ്ങ് ദൂരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ കോൺക്രീറ്റ് നടക്കുന്നതായിട്ട് കാണാം. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടി എപ്പോഴും നോക്കിയാൽ ആ സമയത്ത് കാണാം. പോയിട്ട് ഇതൊക്കെ പാചകം ചെയ്ത് റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ വന്നിരിക്കുന്ന തമീമി മാർക്കറ്റിലാണ് കേട്ടോ. സമയം വന്നിട്ട് 3:50 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചൂടായിട്ട് ചോറൊക്കെ വെച്ച് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് നിന്നപ്പോഴത്തേക്കാണ് ഓട്ടം വന്നത്. 2:10 വന്നതാണ്. 3:50 ആയിട്ട് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. എന്തായാലും നോക്കാം. നമ്മൾ ഓണറിൻ്റെ അടുത്ത് ടയർ മാറ്റുന്ന കാര്യം ഒന്നുകൂടെ സൂചിപ്പിച്ചവൻ പറഞ്ഞു, ഇന്ന് പുള്ളി വന്നിട്ട് മാറ്റാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പല റേറ്റാണ്, നിന്നെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും അലിബാബയാണ്. അലിബാബ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർ എന്നാണല്ലോ, അത് തന്നെയാണ് കേട്ടോ അറബിൽ. അലിബാബമാരാണ്. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനിപ്പോൾ ഇത്തിരി തിരക്കാണ്, ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്തിട്ട് പോയി. സംഭവം ശരിയാണ്, നമ്മളടുത്ത് ഒരു റേറ്റും സൗദികൾ വരുമ്പം വേറെ റേറ്റുമാണ്. എല്ലാ കടയിലും, മിക്ക കടയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഈ MRP അങ്ങനെയൊന്നും ഇല്ലാത്ത സാധനങ്ങൾ. ഇപ്പോൾ നമ്മളൊരു പഞ്ചർ ഒട്ടിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 30 റിയാൽ വാങ്ങും. സൗദികൾ പോയി കഴിഞ്ഞാൽ 25ഉം 15ഉം വാങ്ങുന്ന കടകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം പുള്ളി പറഞ്ഞിട്ടുള്ളത് ഞാനും കൂടെ വന്നിട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ സമയം വന്നിട്ട് 4:48 ആയപ്പോഴത്തേക്കാണ് കേട്ടോ വീട്ടിൻ്റെ അടുത്തെത്തിയത്, അതായത് റൂമിൻ്റെ അടുത്തെത്തിയത്. ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട എല്ലാം കൂടി ഒന്നാം പാടായി. സംഭവം എന്തൊരു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കവറിലിട്ട് വെച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. വാരി വലിച്ചെടുത്തപ്പോഴത്തേക്ക് എടുത്തതിന് ശേഷമാണ് മുട്ടയാണെന്ന് കണ്ടത്. 1-2 എണ്ണം പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിതൊക്കെ അടുക്കി വെച്ചിട്ട് നേരെ കൊണ്ടു കൊടുക്കുക. അയ്യോ, അത് ഏറ്റവും അടിയിൽ തന്നെ മുട്ട എടുത്ത് വെച്ച്. അതിന് മുന്നായിട്ട് നമ്മളെ ടയറിൻ്റെ ഗതി എന്തായെന്ന് നോക്കട്ടെ. എവിടെ വീണ്ടും വന്നു. യെസ്, ഇത് തന്നെ കേട്ടോ. നമ്മളെ കഫീൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ സാധനം എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇരിക്കാം. നാളെ മദ്രസ ഇല്ലെന്നറിയാൻ കഴിഞ്ഞു കേട്ടോ. ഞായറാഴ്ച മദ്രസ ഇല്ല, തിങ്കളാഴ്ചയേ ഉള്ളൂ. ഈ മുട്ട അടുക്കലാണ് അടുത്ത പണി. എന്തായാലും 1-2 എണ്ണമൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. മുട്ടയും സെറ്റ് ചെയ്ത് ഈ സാധനം എടുത്ത് മേല് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെ ഓണർ വന്നിട്ട് ടയർ ഫുള്ള് ചെക്ക് ചെയ്തു കേട്ടോ. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത് ചെറുതായിട്ട് എന്തോ കൊണ്ട് കീറിയതാണ്, നീ ഇങ്ങനെ പേടിക്കാൻ വേണ്ടി അതിലൊന്നുമില്ല, 1-2 കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല കീറൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ആ ചെറിയൊരു കീറൽ ഉണ്ടപ്പോഴത്തേക്കും മനസ്സിലാകെ ഒരു ടെൻഷൻ കയറിയിട്ട്, അറിയാമല്ലോ ഇവിടുത്തെ വണ്ടി ഓട്ടിപ്പും ഇവിടുത്തെ
റോഡും ഇവിടുത്തെ സ്പീഡും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് അത് നല്ല പേടിയായിട്ടോ. അപ്പം ഓണർ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോഴെന്തായാലും ടയർ മാറ്റലില്ല. ഇപ്പം നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ലോണ്ടറിയിൽ പോയി കുറേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ തോപ്പുകളും. അപ്പോൾ തോപ്പൊക്കെ കൊണ്ട് ലോണ്ടറി കൊടുത്തിട്ട് നമ്മൾ പോയി ഗോൾഡൻ സെയ്ത് ഓയിൽ മാറ്റാനായിട്ട് പോകണം. അപ്പോഴേ അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഓയിൽ മാറ്റുന്ന അവിടെ. ഇനി തിരക്കുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. പുതിയ വർക്ക്ഷോപ്പിലാണ് കേട്ടോ പോകുന്നത്. ഇവിടെ പുതിയൊരു പമ്പ് തുടങ്ങി ഗോൾഡൻ്റെ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് കണക്ക് തന്നെ ലോണ്ടറിയും പുതിയതാണ്, പഴയ സ്ഥലങ്ങളിലല്ല പോകുന്നത്. പഴയ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം നമ്മൾ പോകുന്ന ലോണ്ടറി ഏതാണെന്നുള്ളത്. എന്തായാലും നമുക്ക് പോയിട്ട് മേലെ പോയി സാധനം എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. അപ്പാ ഒരുപാട് സാധനമുണ്ട് കേട്ടോ. ഇനി ഒരു മാസത്തേക്ക് ലോണ്ടറി പോകണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഈ ഇരിക്കുന്ന ചെറിയ കവറിൽ സാധനം നമുക്ക് ഇപ്പോഴ് മേടിച്ചുകൊണ്ട് വരാനുള്ളതാണ് കൂടെ തന്നെ. അപ്പോൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, പുതിയ ഏതോ മക്സലയാണ് കേട്ടോ. നമുക്ക് പോയിട്ട് വരാം. അതിൽ നമ്മൾ ലോണ്ടറി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഈ സാധനം കൊണ്ട് കൊടുക്കാം. ഇതിൽ ഈ കവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ വേണ്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് 2 ദിവസം കഴിഞ്ഞ്, അതായത് നാളെ വൈകിട്ട് ഒന്ന് മേടിക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത് രണ്ടും മേലെ കൊണ്ട് ലോണ്ടറി കൊണ്ട് കൊടുത്തതിന് ശേഷം വരാം. ഫൈനലി നമ്മൾ വർക്ക്ഷോപ്പ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ആശാൻ വന്ന ഉടനെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വർക്ക്ഷോപ്പ് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങി കാണാം. ഓയിലുകളൊക്കെ അതാ ഫുള്ള് അടുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് വേണ്ട കാസ്ട്രോളിൻ്റെ ഓയിലാണ്. ഇത് ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ, കൂടുതലും ചാത്തൻ കമ്പനികളാണ്. പിന്നെ ഇവിടെ ഓയിലിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇത്രയും ചാത്തൻ കമ്പനികളുള്ളത്. നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ പെട്രോൾ പമ്പാണ് കേട്ടോ. ഇവിടെ മുന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, പെട്രോൾ പമ്പിൽ തന്നെയാണ് സൂപ്പർ മാർക്കറ്റുകൾ, കാർ വാഷിങ്, അത് കണക്ക് തന്നെ വർക്ക്ഷോപ്പ് എല്ലാം അടങ്ങിയതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന കൂടുതലും യമൻ പൗരന്മാരാണ് കേട്ടോ. ഇവൻ്റെ പാട്ടൊക്കെ കേട്ടോ. അവന് ഷാറൂഖ് ഖാൻ, കരീന കപൂർ എന്നിവരെയൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. ആൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റൽ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ വൈപ്പർ ബ്ലേഡും കൂടെ അങ്ങ് മാറ്റി മൊത്തത്തിൽ. ഓക്കെ, ഇപ്പോഴാണ് സെറ്റായത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പടിയാവാം. ഓയിൽ മാറ്റിയതിന് 116 റിയാൽ കേട്ടോ. 116 റിയാൽ ആകുമ്പോഴത്തേക്കും നാട്ടിലത്തെ ഒരു 2300 രൂപ അടുപ്പിച്ച് അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോഴെന്തായാലും ഇവിടെ നേരത്തെ കൂട്ടി വന്ന് ഒരു ദിവസത്തെ നമ്മൾ മെനക്കേട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓയിൽ മാറ്റാനൊക്കെ ഒരു 15-20 മിനിറ്റത്തെ കേസ് മാത്രമേ ഉള്ളൂ. നേരത്തെ കൂട്ടി അപ്പോയിൻമെന്റ് എടുക്കേണ്ട അങ്ങനത്തെ ഒരു ഇതുമില്ല. ചെല്ലുക, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പെട്രോൾ പമ്പും അതിനനുസരിച്ച് തന്നെ എല്ലാ പെട്രോൾ പമ്പിലും ഇതേക്ക് ഓയിൽ മാറ്റുന്ന സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് വർക്ക്ഷോപ്പുകൾ തേടി തിരക്കി പോയി മാറ്റേണ്ട ആവശ്യമില്ല. പെട്രോള് അതേണക്ക് തന്നെ എയർ അടിക്കുന്നത് എല്ലാം ഒരു കൊടക്കീഴിലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇനി നമുക്ക് അത് കണക്ക് തന്നെ ഈ ഓയിലിന് അറബിൽ പറയുന്ന സെയ്ത്ത് എന്നാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി ആ കാര്യം. സെയ്ത്ത് എന്നാണ് ഓയിലിന് പറയുന്നത്. നമ്മൾ കാസ്ട്രോളിന്റെ സാധനമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അക്കാര്യത്തിലൊക്കെ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഇനി പോകേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടു കൊടുത്തില്ലേ ലോണ്ടറിയിൽ, അത് പോയിട്ട് മേടിച്ചിട്ട് വരണം. അത് അപ്പോഴും വെച്ചാൽ സമയം ഇപ്പോൾ വന്നിട്ട് 8:59. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ലോണ്ടറി ഉണ്ട്, അങ്ങ് അറ്റത്താണ്. നമ്മൾ നേരത്തെ കൊണ്ടു കൊടുത്തില്ലേ അവിടെ തന്നെയാണ് പോകുന്നത്. വണ്ടി ഇവിടെ ഇടാം തൽക്കാലം. നമുക്ക് പോവേണ്ടത് ആ ലോണ്ടറിയിലാണ് കേട്ടോ. ലാൻഡ് ക്രൂയിസറിന്റെ പഴയ മോഡൽ വണ്ടി നടക്കുന്നു മക്കളെ. അപ്പൊ ലോണ്ടറി പോയതിനു ശേഷം നമ്മള് വീഡിയോ നിർത്താന്നൊക്കെ ഉള്ള പരിപാടിക്ക് ഇന്നപ്പോ അടുത്ത ഡ്യൂട്ടി വന്നു കേട്ടോ. ഈ മറ്റേ എന്താണ് വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയില അതേ കണക്ക് തന്നെ ചായപ്പൊടി, ഏലക്ക കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയിട്ട് വിളിച്ചിട്ട് ഫോൺ കൊടുക്കാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോവാം. എന്താ ഏകദേശം അടുത്ത് എത്താറായി കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ച് വേറെ ഡ്യൂട്ടി ലൊക്കേഷൻ ഒന്നും കാണത്തില്ലെന്ന്. അപ്പം ചെന്നത് കൊടുത്തപ്പോഴാണ് അടുത്തത് തന്നത്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് റബിഷ് ബാഗ്, ബ്ലാക്ക് ബാഗ്, വേസ്റ്റ് എടുക്കുന്ന കവറില്ലേ, അത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡ്യൂട്ടിയാണ് ഇനി ഉള്ളത്. വേറെ ഇനി അവിടെ ചെല്ലുമ്പോൾ അടുത്തുണ്ടോയെന്ന് അറിയത്തില്ല. അതാ നമുക്കുള്ള
ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടയിൽ പോയിട്ട് വിളിച്ചിട്ട് ഫോൺ അവരെ കൊടുക്കാം. ഫൈനലി നമ്മൾ കടയ്ക്കകത്ത് കയറി കേട്ടോ. നമുക്ക് വേണ്ടുന്നത് ഏലക്കയാണ്. ഏലക്കയ്ക്ക് ഞാൻ അവിടെ ഓർഡർ ചെയ്തു 250 ഗ്രാം ഏലക്കയ്ക്ക്. അപ്പോഴും നമുക്ക് അത് എടുക്കുന്ന സമയം കൊണ്ട് ഈ കട ഫുള്ളായിട്ടൊന്ന് കറങ്ങി കാണാമെന്ന് വെച്ച്. ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, അടുത്തുള്ള ഭാഗങ്ങളെല്ലാം കാണാം. വലിയൊരു കടയാണ് കേട്ടോ. എന്തായാലും ഈ കണ്ണാടി കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്വീറ്റ്സ്, മുട്ടായി, അത് കണക്ക് തന്നെ ഈ സൈഡിലോട്ട് നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്തിരിയാണ് കേട്ടോ. ഈ കിടക്കുന്ന മുന്തിരി, പല കളർ മുന്തിരി ഉണ്ട്. അത് കണക്ക് തന്നെ ഐസ്ക്രീം എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, എല്ലാ സാധനങ്ങളും നമുക്ക് എന്തൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണോ എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് സമയമില്ല, ഇനി നമുക്കൊരു സൂപ്പർ മാർക്കറ്റിലൂടെ പോകണം. അതുകൊണ്ട് ഈ സാധനം വാങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ വേസ്റ്റ് കവറാണ് കേട്ടോ. ബ്ലാക്ക് കളർ 55 സൈസ് പറഞ്ഞത്. ഇവിടെ 45, 55 കിട്ടി. ഇത് നമുക്ക് ഇനി നേരെ അവിടെ കൊണ്ട് കൊടുക്കാം. എന്തായാലും 55 ഇത് തന്നെയാണ് സാധനം കേട്ടോ. എന്തായാലും കൊണ്ടുപോവാം. ഇപ്പോഴേ മച്ചാമരെ ഏകദേശം നമ്മൾ ഇന്നത്തെ ദിവസം പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെന്നിട്ട് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് മാത്രമേ ഉള്ളൂ, സ്കൂളില്ല. അപ്പോൾ നല്ലൊരു ദിവസം ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ദിവസമായിരുന്നു കേട്ടോ. കൂടുതലും എൻ്റെ ടയർ കീറിയിരിക്കുന്നതുകൊണ്ടുള്ള ആ ഒരു പേടി, അതാണ് മെയിനായിട്ടും ഈ ദിവസം കൊണ്ട് കളഞ്ഞത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന മച്ചാന്മാരുണ്ടെങ്കിൽ 1000 തൊടാനായിട്ട് ഇനി കുറച്ചും കൂടി മാത്രമേ ഉള്ളൂ. ഏകദേശം 920 സബ്സ്ക്രൈബ്സ് വരെ ആയിട്ടുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക.